Good morning. All of you take IT. Next part, chapter 8, page number 108, Introduction to Q Basic. Q Basic. Introduction to Q Basic is our 8th chapter. Q Basic. What is Q Basic? Okay, it is an interesting subject, that is, it is a programming language. Okay, what is the use of programming language? Programming language is used to create softwares, right? Create softwares. And how? It is the first step. It is the basic steps for our programming language, right? Basic steps are simple programming language. Basic step Q basic first programming language. Listen, page number 108. Listen, stay. As you know, a computer is a machine which cannot work on its own. That you know, computer cannot work on its own. Only with the help of human beings, computer can work. It cannot the capacity of thinking. Okay, that is, it requires instructions to work and give required results. And a programming language is required to give instructions to the computer. Let us get familiar with some of the important facts of a simple computer programming language. Okay, and here computer require instructions. Computer it require instructions from human beings. And how we give instructions? We can give instructions through codes. Instructions in the computer. Just paint click pencil ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതെല്ലാം കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആരെ? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആ നിർദ്ദേശം അതിന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. Only with the instructions the computer can work. Only with the human help the computer can work. Okay, and programming language is required, and that is these instructions are the programming languages. Okay, let us get familiar with some of the important facts of simple computer language. ഇവിടെ നമുക്ക് എന്താണ് ഒരു ചെറിയ പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് ബേസിക് ടേംസ് ആണ് ഫസ്റ്റ് പറയുന്നത്. ബേസിക് ടേംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം, that you know. What is computer program? Programming കേട്ടിട്ടുണ്ടോ? Listen, a computer program is a set of step-by-step instructions. കമ്പ്യൂട്ടറിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആൻസറുകൾ അതിൽ ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? അത് വൃത്തിയായിട്ട് കൊടുത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആകെ മിസ്റ്റേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ടു ഡു എ ടാസ്ക്. എന്തെങ്കിലും ഒരു പ്രത്യേക ടാസ്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തേ പറ്റും. ഓക്കെ, ആൻഡ് ദീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചിത്രം വരയ്ക്കണം. ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പെയിൻറ്. അപ്പോൾ പെയിൻറ്റിൽ നമുക്ക് പെൻസിൽ ടൂൾ ഉണ്ട്, എറേസർ ടൂൾ ഉണ്ട് അല്ലേ, ആൻഡ് പെയിൻറ് ബ്രഷ് ഉണ്ട്. ആൻഡ് വാട്ട് ദീസ് ടൂൾസ് ആർ ആൻഡ് ഹൗ വി യൂസ് ദീസ് ടൂൾസ്? ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അല്ലേ? ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസേജ് ആണ്. ഇറ്റ് ഇസ് സോ സിമ്പിൾ, ബട്ട് ഇറ്റ് ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ എന്തുണ്ട്? എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ് പെയിൻറ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ആലോചിച്ച് നോക്കൂ അല്ലേ? എത്രമാത്രം വലിയ
എന്തായിരിക്കും ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ദാറ്റ് ഈസ് the capacity of software developers. Okay, a collection of computer programs and related data form computer software. A collection of computer programs and related data form a software. അപ്പോൾ collection of computer data അതുപോലെ പ്രോഗ്രാംസ് ഇതിലൂടെയാണ് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആവുന്നത്. Okay, that is computer program. Software എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? പ്രോഗ്രാംസ് പ്രോഗ്രാമേഴ്സിനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഓർക്കുന്നത് പ്രോഗ്രാമേഴ്സിനെയാണ്. പ്രോഗ്രാമേഴ്സിനുള്ളതാണ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, software there are two different types of softwares that we know. Which are they? Application software and system software. Application software is for the user and system software is for the system. അല്ലേ? സിസ്റ്റത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. There are so many application softwares are now. ഓക്കെ, എല്ലാ ഫീൽഡിലും ഏതൊരു ഓഫീസിലും അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ചില ബേസിക് ടേംസ് പഠിക്കുന്നത് പറഞ്ഞു. പ്രോഗ്രാം എന്താണ് നമുക്ക് മനസ്സിലായി. പ്രോഗ്രാം ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ഫോർ ഡൂയിങ് എ സ്പെഷ്യൽ ടാസ്ക്. അല്ലേ? എന്താണ് പ്രോഗ്രാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ഫോർ ഡൂയിങ് എ സ്പെഷ്യൽ ടാസ്ക്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്താണ്? ആരാണ് പ്രോഗ്രാമർ? എന്താണ് പ്രോഗ്രാം? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് പ്രോഗ്രാം? അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാം? അല്ലേ? പ്രോഗ്രാമർ. ഹു ഈസ് പ്രോഗ്രാമർ? എ പേഴ്സൺ. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, എ ഹ്യൂമൻ ബീയിങ്. അല്ലേ? എ പേഴ്സൺ who writes a computer program is called a programmer. കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് എഴുതുന്ന ആളാരാണോ അയാളെയാണ് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. The programmer writes, tests, analyzes and refines the program. Programmer എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? which are the duties? Writes, tests, analyze and refines the program. Who is the programmer? Programmer is the person who writes the program. There is called a programmer. Then computer programming language. ഇനി അടുത്ത ടേം ഏതാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. We communicate in languages like Hindi, Tamil, English, Bengali, French, German, etc. But computers cannot understand instructions given in English or any other language. They have their own language and syntax. Some common computer programming languages are QBasic, Fortran, Logo, C++, HTML, etc. അപ്പോൾ ഓക്കെ അല്ലേ? നമ്മുടെ കുറേ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. തമിഴ്, ബംഗാളി, അല്ലേ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഓൾ ദീസ് അവർ ലാംഗ്വേജസ്. ഓൾ ദീസ് ആർ അവർ ലാംഗ്വേജസ്. അല്ലേ? കുറേ ലാംഗ്വേജസ് ഉണ്ട്. ബട്ട് കമ്പ്യൂട്ടർ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് any of these languages. കമ്പ്യൂട്ടറിൽ നമുക്ക് മലയാളത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇംഗ്ലീഷിലാണ് നമ്മൾ ഓൾവേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Is it understand by this computer? കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുന്നുണ്ടോ? നോ, കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷും മനസ്സിലാവുന്നില്ല. കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. അല്ലേ? ഓൺലി ടു ടേംസ്. അല്ലേ? ദാറ്റ് ഈസ് 0 and 1. അല്ലേ? 2 ബിറ്റുകൾ ആണ് ആർക്ക് മനസ്സിലാവുന്നത്? കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ബിറ്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജായിട്ട് കമ്പയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ QBasic, അതുപോലെ ഫോർട്രാൻ, ലോഗോ, C++, അതുപോലെ ജാവ ഉണ്ട്, HTML ഉണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. കമ്പ്യൂട്ടർ നമ്മുടെ ഒരു ലാംഗ്വേജും മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതാണ് ഈ 3 ടേംസ് നമ്മൾ മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്താണ്? പ്രോഗ്രാം ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് instructions for the computer for doing a special task. സ്പെഷ്യൽ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പറയുന്നത് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാമർ ഈസ് എ പേഴ്സൺ ആൻഡ് ഹു റൈറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ്സ് എഴുതുന്ന ആളെ നമ്മൾ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് ഓൺലി അണ്ടർസ്റ്റാൻഡ് ബൈ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്ന ലാംഗ്വേജുകളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നു. അതിലൊരു ലാംഗ്വേജ് ആണ് QBasic that we want to discuss in this chapter. Okay, and നമ്മൾ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് QBasic. QBasicന്റെ ഒരു ചെറിയ ഹിസ്റ്ററി എന്താണ്, ആരാണ് QBasic ക്രിയേറ്റ് ചെയ്തത് നോക്കാം. ഫസ്റ്റ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ജോൺ കെമിനി ആൻഡ് തോമസ് കേർട്സ്. ആരൊക്കെയാണ്? ജോൺ കെമിനി ആൻഡ് തോമസ് കേർട്സ്. ഇവരാണ് ക്രിയേറ്റ് ചെയ്തത്. ഇവരാണ് who developed the programming language in 1964. 1964 John Kemeny and Thomas Kurtz developed this programming language. They named the language as BASIC. They named it as BASIC. അവർ ഇതിന് പേര് കൊടുത്തതാണ് BASIC എന്നാണ് പേര്. BASIC അല്ലേ? BASIC. BASIC stands for BASIC എന്താണ്? BASICന്റെ ഫുൾ ഫോം ആണ് BASIC. BASIC stands for beginners, all purpose, beginners, all purpose, symbolic instruction code. Beginners all purpose symbolic instruction code. That is B for business, all for A, then S basic, S, then I for instructions, code, C for code. That is basic. Basic എന്നുള്ള ടേമിൽ നിന്നാണ് അല്ലെങ്കിൽ ബേസിക് ആണ് ഫസ്റ്റ് തോമസ് കേർട്സ് ആൻഡ് ജോൺ കെമിനി കൊടുത്ത പേര്. ആൻഡ് then language was revised and updated from time to time. Some of the popular versions of BASIC are Tiny Basic. Okay, time to time. ഓരോ ഇയറിലും നമ്മളൊരു ലാംഗ്വേജ് ആണെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിന് ഡെവലപ്മെന്റ്സ് വരും അല്ലേ? അപ്പോൾ ഓരോ വർഷം ഇതിന് ഡെവലപ്മെന്റ്സ് വന്നു. ആ ഡെവലപ്മെന്റ്സിൽ അതിൻ്റെ പുതിയ വേർഷനുകളാണ്. ഒന്ന് ടൈനി ബേസിക് ഫോർ മിക്സ് അൾട്ടയർ സീരീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. എന്താ മിക്സ് അൾട്ടയർ സീരീസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ എം ബേസിക് മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് എം ബേസിക് വന്നത്. ദെൻ GW ബേസിക്, ദെൻ ടർബോ ബേസിക്, പവർ ബേസിക്, Q basic, that is for Q basic, and VB Visual Basic, VB or Visual Basic. MS Windows based basic language. Visual Basic MS Windows based language ആണ്, basic language ആണ്.
this VB. Okay, John Kemeny and Thomas Kurtz developed this language and they named it as BASIC. BASIC means beginners all-purpose symbolic instruction code. And time to time the changes came there, and the other versions of BASIC are Tiny Basic, then M Basic, then GW Basic, Turbo Basic, and Visual Basic, and Cube Basic. Okay, Cube beginners are purpose symbolic instruction code. That's Cube Basic. Okay, Cube Basic. Okay, and these are the different versions of Basic. Then Cube Basic is one of the simplest programming language. Cube Basic is one of the simplest programming language. The user gives step-by-step instructions to the computer and computer follows the instructions exactly. Program in QBasic can be used to prepare list. QBasic can be used to prepare list, solve mathematical problems, create drawings and make simple computer games. So, this program ഉപയോഗിച്ചിട്ട് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാനും അതുപോലെ ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാനും ചെറിയ ചെറിയ ഗെയിംസ് കമ്പ്യൂട്ടർ ഗെയിംസിനും എല്ലാം ഈ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യും. ഓക്കെ, യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ക്യൂബ് ബിഗിനേഴ്സ് ആൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇതിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത് കേട്ടോ. Then how to write a program. നമ്മുടെ പ്രോഗ്രാം എന്താണ് പ്രോഗ്രാം എന്ന് പ്രോഗ്രാം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. That we want to discuss. The first step in writing a program is to understand the problem clearly. First step എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് എന്ത് ആവശ്യത്തിനാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, then after that the solution. അപ്പോൾ അത് ചെയ്യാനുള്ള സൊല്യൂഷൻ പരിഹാരം solution or steps needed to solve the problem and identified. On the basis of the steps identified, an algorithm is prepared in simple English or any other language which the programmer understands. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഒരു അൽഗോരിതം. ഒന്നുകിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യണം. സിമ്പിൾ സ്റ്റെപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. The algorithm is then converted into the QBasic program using the proper commands and their syntax. Algorithm create ചെയ്തതിന് ശേഷം അതാണ് പിന്നീട് ഒരു QBasic program ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സിൻറ്റാക്സ് ഉണ്ടായിരിക്കും. The program is then executed to check for the correctness of the result. പിന്നെ അതുപോലെ ഈ പ്രോഗ്രാം ഇത്രയും ചെയ്തതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇഫ് ദർ ആർ എനി എറേഴ്സ് ദി പ്രോഗ്രാം ഈസ് മോഡിഫൈഡ് അക്കോർഡിംഗ്ലി. എററുകൾ ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാം. അപ്പോൾ പ്രോഗ്രാം എഴുതുന്നതിന് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൽഗോരിതമാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് അൽഗോരിതം വി ക്യാൻ ക്രിയേറ്റ് അവർ QBasic program. The next character set of QBasic. Character set of QBasic എന്തൊക്കെ ക്യാരക്ടറുകൾ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. Character set is defined as the characters that can be used while writing a program in QBasic. QBasic understand drawing character sets. നമുക്ക് QBasicന് മനസ്സിലാവുന്ന ക്യാരക്ടറുകൾ ഏതൊക്കെയാണ്? ലെറ്റേഴ്സ് A to Z വരെയുള്ള ലെറ്ററുകൾ അറിയാം. A to Z സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, A to Z സ്മോൾ ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് QBasicന്. that can be understood by QBasic. Then numbers ഏതൊക്കെയാണ്? 0 to 9 വരെയുള്ള നമ്പറുകൾ. Then some special characters also. ചില സ്പെഷ്യൽ ക്യാരക്ടറുകളും എന്ത് ചെയ്യാം QBasicന് മനസ്സിലാവും. There are various special characters on the computer keyboard, but QBasic cannot understand all of this. Keyboard നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കീബോർഡിൽ കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? Different types of special characters.
Please, എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആർക്കറിയില്ല. Q-basic പ്രോഗ്രാം ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് Q-basic അത് മനസ്സിലാവില്ല. Q-basic മനസ്സിലാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, സോറി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. The special characters that are used in Q-basic are listed table 8.1. എന്താണ്? പ്ലസ് ഉണ്ട്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലേ? ഓൾ ദീസ് സിമ്പിൾസ്, ഈ സിമ്പിളുകളാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള സിമ്പിളുകൾ മാത്രമേ ആർക്ക് മനസ്സിലാവുള്ളൂ? Q-basic ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, അത്രയും മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്യാരക്ടർ Q-basic യൂസ് ചെയ്യുന്ന ക്യാരക്ടറുകളെ A to Z, സ്മോൾ ലെറ്റർ ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ, അതുപോലെ നമ്പറുകൾ 0 to 9 വരെയുള്ള നമ്പറുകൾ, സം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓൾസോ. ഈ ഒരു ടേബിളിൽ പേജ് നമ്പർ 109 ഈ ഒരു ടേബിളിൽ, അതായത് 8.1 എന്നുള്ള ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമേ Q-basic ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റ് സിമ്പലുകളൊന്നും നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് ഫലമില്ല. ഓക്കെ, ഇനി ഡാറ്റ ടൈപ്പുകൾ നോക്കാം. എന്താണ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്സ്. നെക്സ്റ്റ്, ഡാറ്റ ടൈപ്സ്. Data types. There are two types of data in Q-basic: constants and variables. രണ്ട് തരം ഡാറ്റകളാണുള്ളത്, കോൺസ്റ്റന്റുകളും വേരിയബിൾസും. There are two types of data. Data type എന്ന് രണ്ട് ടൈപ്പ് ഡാറ്റ ഉണ്ട്. ഒന്ന് കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ്സ് ആൻഡ് വേരിയബിൾ. എക്സിക്യൂഷൻ സമയത്ത്, പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് ചേഞ്ച് വരാവുന്ന ഡാറ്റയെ നമ്മൾ വേരിയബിൾ എന്ന് പറയും, ചേഞ്ച് വരാത്ത ഡാറ്റയെ നമ്മൾ കോൺസ്റ്റന്റ്സ് എന്ന് പറയും അല്ലേ? ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം there is a change in the data, and that is the variable, and another one is constant. Data types. There are two types of data in Q-basic: constants and variables. A constant is data whose value does not change or cannot be changed by the user at the time of running the program. And ഡാറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്, ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വേരിയബിൾ. Then data can also be divided into numeric and alphanumeric string. Alphanumeric or string. Okay. Data can be divided into numeric. ഡാറ്റകളെ അവിടെ ന്യൂമറിക് എന്നും ആൽഫാന്യൂമറിക് എന്നും തിരിച്ചിട്ടുണ്ട്. ആൽഫാന്യൂമറിക്കിനെ നമുക്ക് സ്ട്രിംഗ് എന്നും പറയാം. ഓക്കെ, ന്യൂമറിക് ഓർ ആൽഫാന്യൂമറിക്, ഇങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചത്. ന്യൂമറിക് എന്ന നമ്പേഴ്സ് ആയിരിക്കും, ഓർ ആൽഫാന്യൂമറിക് or string. Okay, data can also be divided into numeric and alphanumeric. Numeric data is one which represents only numbers. Numeric data എങ്ങനെയാണ്? It represents only നമ്പറുകൾ മാത്രമാണ്. Numbers can be positive or negative. It can also include decimals. Numeric data is used for mathematical calculations like addition, subtraction, etc. Alphanumeric or string data is one which represents numbers, letters, as well as special characters like at symbol, and symbol, question mark, etc. Okay. Numeric data നമ്പറുകളെയാണ് ന്യൂമറിക്സിൽ ഉൾപ്പെടുത്തുന്നത്. ആൽഫാന്യൂമറിക്കുകളിൽ ലെറ്റേഴ്സ് ആണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ലെറ്ററുകൾ മാത്രമല്ല, സം സ്പെഷ്യൽ ക്യാരക്ടർ, അറ്റ്, ഈ സിമ്പലുകളെല്ലാം, അതായത് അറ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്, സെമി കോളൻ, ഇങ്ങനെയുള്ള സിമ്പലുകളെല്ലാം ആൽഫാന്യൂമറിക് ഓർ സ്ട്രിങ്ങിലാണ് ഉൾപ്പെടുന്നത്.
Okay, then there are 4 types of data. So there are 4 data types. Basically, 4 data types. On the numeric constant, numeric variable, alphanumeric constant, or string constant, alphanumeric variable, or string variable. Okay, numeric constant example. കൊടുത്തിട്ടുണ്ട് അതുപോലെ ന്യൂമറിക് വേരിയബിളിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ആൽഫ ന്യൂമറിക്കിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വേരിയബിളിനും കോൺസ്റ്റന്റിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ these are the different data types. Next, rules for forming variable names. ഇനി variable names create ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില rules ഉണ്ട്. അത് variable names should start with a letter of the English alphabet from A to Z. A to Z വരെയുള്ള ഏത് ലെറ്ററും എന്ത് ചെയ്യാം യൂസ് ചെയ്യാം വേരിയബിൾ നെയിം ആയിട്ട്. അതുപോലെ ഫസ്റ്റ് ലെറ്റർ ക്യാൻ ഓൾസോ ബി ഫോളോഡ് ബൈ മോർ ലെറ്റേഴ്സ് ഓർ എ നമ്പർ. ഫസ്റ്റ് ലെറ്റർ മാത്രമല്ല അതിന് ഫോളോ ചെയ്ത് മറ്റ് നമ്പറുകളോ ലെറ്ററുകളോ ഉപയോഗിക്കാം. അതുപോലെ സ്പെഷ്യൽ സിമ്പിൾസ് ആർ ഓൾസോ നോട്ട് അലൗഡ്. സ്പെഷ്യൽ സിമ്പിളുകൾ വേരിയബിൾ നെയിം ആയിട്ട് ഉപയോഗിക്കരുത്. And there should not be any space between the characters. Characters തമ്മിൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. Names must be short and meaningful. നെയിമുകൾ ഷോർട്ട് ആയിരിക്കണം, മീനിങ്ഫുൾ ആയിരിക്കണം. They should be help you remember what they hold. A string variable should always end with the @ അല്ലേ, അല്ലെങ്കിൽ ദിസ് $sign. ഈ സൈനോട് കൂടിയിട്ടാണ് സ്ട്രിംഗ് വേരിയബിൾ എൻഡ് ചെയ്യുന്നത്. ഇത്രയാണ് അതിൻ്റെ നിയമങ്ങൾ. സ്ട്രിംഗ് വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ ഈ സൈനോട് കൂടിയിട്ട് അല്ലെങ്കിൽ സൈനോട് കൂടി അവസാനിപ്പിക്കാം. അതുപോലെ വേരിയബിൾ നെയിമുകൾ ഏത് ലെറ്ററുകളും ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഒരു ലെറ്റർ മാത്രമല്ല, കൂടുതൽ ലെറ്ററുകൾ ഉപയോഗിക്കാം. പിന്നെ സ്പേസ് ഉണ്ടാവാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ മീനിങ്ഫുൾ നെയിം ആയിരിക്കണം അതിലുണ്ടാകുന്നത്. ഓക്കെ, ദീസ് ആർ ദി റൂൾസ് ഫോർ ഫോമിങ് വേരിയബിൾ നെയിംസ്. വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടുഡേ വി ഡിസ്കസ് സോ മെനി അബൌട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. 3 ടേംസ് ഫസ്റ്റ് പറഞ്ഞു: കമ്പ്യൂട്ടർ പ്രോഗ്രാം, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദെൻ ബ്രീഫ് ഹിസ്റ്ററി. ആരാണ് ക്രിയേറ്റ് ചെയ്തത്? തോമസ് കേർട്സ് ആൻഡ് ജോൺ കെവനിയാണ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ ബേസിക്കിന് ഒരുപാട് വേർഷൻസ് ഉണ്ടായിരുന്നു, ഏർലിയർ വേർഷൻസ് ദാറ്റ് ഓൾസോ വി നോ. ദെൻ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുക, ആൻഡ് ക്യാരക്ടേഴ്സിൽ ലെറ്ററുകളുണ്ട്. A to Z വരെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം. നമ്പറുകൾ 0 to 9 വരെ ഉപയോഗിക്കാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാം. ദെൻ ഡാറ്റ ടൈപ്പുകളുണ്ട്. ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്? ന്യൂമറിക് ആൻഡ് ആൽഫ ന്യൂമറിക് ഉണ്ട്, അതായത് കോൺസ്റ്റൻസ് ആൻഡ് വേരിയബിൾസ് ഉണ്ട്. ഇതിൽ തന്നെ ന്യൂമറിക്കും ആൽഫ ന്യൂമറിക്കും ഉണ്ട്. ന്യൂമറിക് കോൺസ്റ്റൻസ് ഉണ്ട്, ആൽഫ ന്യൂമറിക് കോൺസ്റ്റൻസ് ഉണ്ട്. ന്യൂമറിക് വേരിയബിൾ ഉണ്ട്, ആൽഫ ന്യൂമറിക് വേരിയബിൾ ഉണ്ട്. ഓക്കെ, പിന്നെ സം റൂൾസ് ആൾസോ ബി ഡിസ്കസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. A to Z വരെയുള്ള ഏത് ലെറ്റർ ഉപയോഗിക്കാം, ലെറ്റർ മാത്രമായിട്ട് ഇവിടെ മറ്റ് ലെറ്ററുകൾ ഉപയോഗിക്കാം. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കരുത്. അതുപോലെ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല, സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ലെറ്റർ ദിസ് സ്ട്രിംഗ് വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ക്യാൻ ബി എൻഡ് വിത്ത് എ $sign. Okay, this is the rule for forming variable names. Okay, all of you read this very well, and all of you must understand this. And if you have any doubt, you may ask me. Now we want to wind up our class. Okay, thank you.